പശ്ചിമേഷ്യയെ വീണ്ടും അശാന്തിയുടെ തീരങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാൻ അമേരിക്ക പ്രശ്നം വീണ്ടും മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാൻ്റെ ഒരു ഡ്രോൺ ഇന്ന് അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു യുദ്ധത്തിലേക്കുള്ള കാലെടുത്ത് വെപ്പാകുമോ എന്നുള്ളൊരു സംശയം ലോകരാജ്യങ്ങൾക്കിടയിൽ നിഴലിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോയ്സ് മാത്യു, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ഏറ്റവും ഇറാൻ അമേരിക്ക വിഷയത്തിൽ ഏറ്റവും പുതിയതായിട്ടുണ്ടായിരിക്കുന്ന സംഭവമാണ് അമേരിക്ക ഇറാൻ്റെ ഡ്രോണ് വെടിവെച്ചിട്ട ഒരു സംഭവം. അത് ശരിക്കും രണ്ടു പേർക്കും രണ്ട് പക്ഷത്തിനും അവരുടേതായിട്ടുള്ള ന്യായീകരണമുണ്ട്. അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ സംഭവിച്ചതാണ്, അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെടിവെച്ചിട്ടതെന്നും, അതുപോലെ ഇറാൻ പറയുന്നത് ഇറാൻ അമേരിക്കയുടെ നീക്കങ്ങൾ വീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഒരു പ്രശ്നം വഷളാക്കുന്ന രീതിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, അമേരിക്കയുടെ ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഇറാൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന തലത്തിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു ചർച്ച വഴി ഒരു പരിഹാരം കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു കാര്യം ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നില്ല. അതെ, ഇറാൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഒരു ഇറാനിയൻ 139 ഷാഹിദ് എന്നറിയപ്പെടുന്ന ഡ്രോൺ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു. അത് ഏകദേശം 500, അത് ഇറാൻ്റെ തീരത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും ഒരു 500 മൈൽ അകലെയായിരുന്നു, ഒരു മൈൽ വരെ ഒരു പക്ഷേ മൈൽ അകലെയായിരുന്നു ഇറാൻ US-ൻ്റെ കപ്പലുണ്ടായിരുന്നത്. അപ്പോൾ US-ൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന ഒരു കപ്പലുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്ന IRGCയുടെ ഒരു ഡ്രോണാണ് ഒരു വെടിവെച്ചിട്ട്. അപ്പോൾ IRGC ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതായത് ഞങ്ങൾ നിരീക്ഷണത്തിനാണ് വന്നിരിക്കുന്നത്, അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആയത്തുള്ള ഖമേനി, IRGC എന്താണ്? ആയത്തുള്ള ഖമേനിയുടെ മാത്രം ഒരു സ്വന്തം സൈന്യമാണെന്ന് പറയാം, വേണമെങ്കിൽ ഒരു ഫെഡറൽ സൈന്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിരീക്ഷണ സംഘം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മിലിറ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇത്തരത്തിലൊരു ഡ്രോൺ അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇറാൻ യുദ്ധത്തിനുള്ളൊരു പുറപ്പാട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിനു മുമ്പ് തന്നെ ആയത്തുള്ള ഖമേനി അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ ഇറാൻ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് യുദ്ധത്തിന് മുന്നോട്ട് പോകുമെന്നാണ്. അപ്പോൾ 2025 കഴിഞ്ഞ വർഷം അമേരിക്ക നടത്തിയ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടുള്ള ആണവ നിലയങ്ങളെതിരെ വീക്ഷിച്ചുള്ള വലിയൊരു പ്രകടനം തന്നെ ഉണ്ടായിരുന്നു, വലിയ ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇറാൻ എത്ര പെട്ടെന്ന് മറന്നു പോയോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും പ്രതിരോധിക്കാൻ ഇറാനൊരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ പോലും ഇറാന് ശേഷിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒളിഞ്ഞും മറിഞ്ഞും ബങ്കറുകളിലും അല്ലെങ്കിൽ പല ഒളിത്താവളങ്ങളിലും ഭൂമിക്കടിയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ സന്നാഹങ്ങളുമായി ഇപ്പോൾ ഇറാന് ചുറ്റും വളഞ്ഞുകൊണ്ടിരിക്കുന്ന അർമാഡ എന്നല്ല പറയാം. അപ്പോൾ അതിന് ചുറ്റും വളഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തിനെ നോക്കി ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പാട്, എന്തെങ്കിലും ഒരു അനക്കമുണ്ടായി യുദ്ധത്തിന് പുറപ്പാടാണെന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിലെ ഒരു തവള വീമ്പിറക്കുന്ന പോലെയല്ലേ എന്നൊരു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഇനി അലി ഖമേനിക്കാണ് പറയാൻ സാധിക്കും. കാരണം ഈ ഇറാന് ഒരുപക്ഷെ അലി ഖമേനായി ഇറാൻ്റെ ഏറ്റവും ടോപ്പ് നേതാവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ, മതപണ്ഡിതൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് ഈ പെസൻഷ്കിയും അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നത്, ഇറാൻ പ്രസിഡന്റ് പെസൻഷ്കി അതിന് ശേഷമുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇറാൻ കൂടുതലും ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എന്നതാണ്. അപ്പോൾ 2020 തൊട്ട് ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടക്കുന്നത് റഷ്യയുമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ റഷ്യയുടെ വെപ്പൺസാണ്, ചൈനയും കൂടിയുണ്ട്, അതിൻ്റെ കൂടെ ചൈനയും കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കണം. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും വെപ്പൺസാണ് കൂടുതലായിട്ട് പറക്കുന്നത്, അതിൽ കൂടുതൽ റഷ്യൻ വെപ്പൺസാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഇന്ത്യയുമായിട്ടുള്ളൊരു കരാറിൻ്റെ പേരിൽ 18% ടാക്സ് എന്നുള്ള പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയൊരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ബഹിഷ്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ US-ലെ ഉൽപ്പന്നങ്ങളൊക്കെ സീറോ ടാക്സ് എന്ന രീതിയിൽ, പല ഉൽപ്പന്നങ്ങളും സീറോ ടാക്സ് എന്ന രീതിയിൽ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഇറാന് ആയുധം കൊടുക്കുന്നത് റഷ്യ ആണെങ്കിൽ എങ്ങനെ ഇറാന് ഈ ആയുധം വാങ്ങാനുള്ള കാശുണ്ടാക്കും എന്നുള്ളതാണ്. ഈ എണ്ണ ഉൽപ്പാദനത്തിലൂടെയാണ് ഇറാന് ഈ ആയുധം വിൽപ്പനയിലൂടെ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാശ് മൊത്തം ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ആയുധങ്ങൾ വാങ്ങാനും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ഇറാനിൽ എണ്ണ ഇന്ത്യ വാങ്ങുന്ന നിർത്തണം, മറ്റു രാജ്യങ്ങൾ വാങ്ങണം നിർത്തണം ട്രംപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ ഒറ്റപ്പെടുത്തുക ഒരു ലക്ഷ്യമാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയും അവിടെ ട്രംപിനുണ്ട്. കാരണം
ഈ റഷ്യയുടെ പല ആയുധങ്ങളാണ്, അമ്മ്യൂണിഷൻസ് ആണ് ഈ ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇറാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാൻ ഇങ്ങനെ റഷ്യയുടെ ഈ ആയുധശേഖരം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നത് പ്രാവശ്യം മാത്രമല്ല, അതേസമയം റഷ്യയുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു ആഭ്യന്തര കലാപം ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇറാനെതിരെ ചുറ്റും വട്ടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വട്ടം പിടിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, റഷ്യക്കിട്ട് അതൊരു താക്കീതാണ് എന്ന നിലയിലാണ്. US-ൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് തൊട്ടേ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ നഖശിഖാന്തം വളരെയധികം നിലപാടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനെ തീർത്തും പൂർണ്ണമായി എതിർത്തിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതിന് ഉദാഹരണം തന്നെയാണ് USSRനെതിരെ എപ്പോഴും കൊടി പിടിച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ക്യൂബയ്ക്കെതിരെ, അങ്ങനെ പല രാജ്യങ്ങൾക്കെതിരെ. ഇപ്പോഴും ക്യൂബേനെ പറ്റി പറയുന്നുണ്ട്. ക്യൂബ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അവിടെയും ഈ വെനസ്വലയുടെ അതേ പ്രവൃത്തി ഇവിടെ ക്യൂബയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ USSR മാറി ഇപ്പോൾ റഷ്യയാണ്. അപ്പോൾ 1993 തൊട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റൊക്കെ മാറിയപ്പോൾ റഷ്യയിലേക്ക്, ഈ റഷ്യൻ ഭരണകൂടത്തിലേക്ക് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും റഷ്യയുമായിട്ടുള്ള ബന്ധം അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും റഷ്യ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു ചിന്ത അമേരിക്കയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക. ഇപ്പോൾ ഈ ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിയാലും അമേരിക്കയ്ക്ക് എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ പവറാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ബിസിനസ് നടത്തിയാൽ മാത്രം പോരെ, എന്തിനാണ് മറ്റു രാജ്യങ്ങളിലെ തലയിടേണ്ട ആവശ്യം? എന്ത്, ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ എന്തിനാണ് അമേരിക്ക ഈ ഇറാനിൽ തലയിടേണ്ട ആവശ്യം തിരിക്കുന്നു? ഇറാനിലെ ആൾക്കാർ ജനിക്കുകയോ അവർ തന്നെ വരുത്തി വെച്ച കാര്യമാണെന്ന് ഓർക്കണം. അതായത് 1979 കാലഘട്ടങ്ങളിൽ ഈ ആയത്തുള്ള അലി ഖമേനിയെ വരവേൽക്കാൻ വേണ്ടി ഹിജാബിട്ടും മറ്റ് ഇട്ടിട്ടാണ് സ്ത്രീകൾ സ്വീകരിച്ചിരുന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ ചരിത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഓർക്കണം. ആ സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ ആയത്തുള്ള ഖമേനി കാട്ടി പലതര പ്രഹസനങ്ങളും ഈ ഹിജാബ് ഊരുകയും അല്ലെങ്കിൽ മറ്റുള്ള അതിനേക്കാളും മറ്റുള്ള പല രീതികളും പബ്ലിക്കായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇറാനിലെ ജനങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു വിന എന്തിനായിട്ടാണ് അമേരിക്ക ഒരു രാജ്യം വന്ന് ഇടപെട്ടെന്ന് നീക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ അമേരിക്ക അവിടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇറാനിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കൂടുതലായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുത്തുക എന്നതാണ്. അപ്പോൾ ഇറാനിൽ എണ്ണ നിക്ഷേപമുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ കീഴിലാണ് ഈ എണ്ണ നിക്ഷേപങ്ങളും അതിൻ്റെ പണമൊക്കെ ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇവർക്ക് ബ്രിട്ടനിലും പല രാജ്യങ്ങളിലും ഉൾപ്പെടെ കോടികളുടെ സമ്പത്ത്, ഈ ഇത് വിറ്റുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല അവരുടെ ഇറാനിലെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ അവിടെ ഈ പട്ടിണി കൊണ്ടും ഈ ഇൻഫ്ലേഷൻ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും അവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രംപിന് ഈ ഇറാനിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നൊരു കർത്തവ്യം എന്ന് പറയുന്ന ഒരു ലേറ്റൻ്റ് ആയിട്ടുള്ള കർത്തവ്യമാണ്. എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയ കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം അത്ര സീരിയസ് ആയ കാര്യമാണെങ്കിൽ ഈ ട്രംപിന് നേരത്തെ തന്നെ ഇടപെടാമായിരുന്നു. വളരെ മുമ്പ് തന്നെ ഇടപെടാമായിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ പുഷ്പം പോലെ, ഈ ഇത്ര വലിയ വാക്കുകളോ സംഘർഷങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പുഷ്പം പോലെ ഈ അലി ഖമേനി പൊക്കി കാര്യങ്ങൾ തീർക്കായിരുന്നു. അത്രയും കപ്പാസിറ്റി അമേരിക്കയ്ക്കുണ്ട്. കാരണം വെനസ്വലയിലെ പൊക്കിയ കാര്യം നമുക്കറിയാം. അതുപോലെ പല രാജ്യങ്ങൾക്കുള്ള താക്കീത് കൊടുത്തിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ തട്ടികളെ അമേരിക്ക അറിഞ്ഞാനിട്ടില്ല. പക്ഷേ ഇവിടെ ഭീഷണിയുടെ പലപ്പോഴും ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമുക്കൊന്ന് ആലോചിച്ചൊക്കെ മനസ്സിലാകും. ഇത്ര നാളും ഈ ഡിസംബർ 2025 ഡിസംബർ 28 തൊട്ട് ഇന്ന് വരെ ഭീഷണികളുടെ പുറത്താണ് ഇങ്ങനെ ഇറാനും ഈ US മറ്റു പല രാജ്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആക്രമിക്കും. അപ്പോൾ ഇറാനാണ് ഏറ്റവും കൂടുതൽ, അതായത് കുരയ്ക്കുന്ന വെട്ടി കടിക്കില്ലാന്നാണല്ലോ എപ്പോഴും പറയാം. അലി ഖമേനി പറയുന്നത് എന്താണ്, ഞങ്ങൾ ഈ ഇറാൻ US അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും, ഇടിക്കും, ചവിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അതിനുള്ള വെപ്പൺസ് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ അത് മനസ്സിലാക്കുന്നത്. അതിന് വെപ്പൺസ് കൊടുക്കുന്നത് റഷ്യയാണ്. അപ്പോൾ ഈ റഷ്യക്ക് ഇട്ടൊരു പാഠം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 2025 പഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ചൈനീസ് വിമാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ വിമാനത്തൊക്കെ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞിട്ടൊരു വീമ്പളക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പാകിസ്ഥാൻ വിമാനങ്ങളൊക്കെ വെടിവെച്ചുകൊണ്ട് വീമ്പളക്കൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ റഷ്യൻ്റെ ആയുധ ഉപകരണങ്ങൾക്കെതിരെ ഈ അമേരിക്കയുടെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തകർത്ത് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഒരു വലിയൊരു വിജയമാണ്. മറ്റ് രാജ്യങ്ങൾ അവിടെ നിന്ന് ഇനി ആയുധം വാങ്ങും, അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല അതോടെ റഷ്യ ഒതുക്കുക എന്നുള്ളൊരു വേറൊരു ആവശ്യം കൂടിയും ഇതിന് പിന്നിലായിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് മനസ്സിലാകുന്നത്, ചൈനയ്ക്ക് ഇട്ടൊരു വലിയൊരു താക്കീതാണ്. ഇനി കുറേ കളിച്ചു കഴിഞ്ഞാൽ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ നിലപാടിന് തീർത്തും വിരുദ്ധമായിട്ടൊരു രാജ്യമാണ് ചൈന. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഒതുക്കണമെന്ന് അമേരിക്ക എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ പോസിബിലിറ്റി ഇൻ ഫ്യൂച്ചറിൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ അതിനൊരു താക്കീതും കൂടിയാണ്. കാരണം ഞങ്ങളാണ് ഇത്ര വലിയ പവർ, വേറെ ആരും കളിക്കാൻ വരണ്ട, ഞങ്ങൾക്ക് ആയുധം വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ആയുധം വാങ്ങിച്ചോ എന്നുള്ളൊരു താക്കീതും കൂടി ഒരു പക്ഷേ അമേരിക്ക കൊടുക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി അവസാനം കൂടി ഇതിന് കൂടി എടുത്ത് പറയുകയാണ്, ഇതിപ്പോൾ 500
മൈൽ അകലെയാണ് ഇപ്പോൾ US-ൻ്റെ സൈന്യം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് 500 മൈൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാൻ്റെ കരയിൽ കയറി അടിച്ചമർത്താൻ ഈ US-നോ US-ൻ്റെ സൈന്യത്തിനോ പറ്റാഞ്ഞിട്ടല്ല US ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ എടുക്കുന്ന വാർത്തകൾ പറയുന്നുണ്ടല്ലോ, ഇറാനുമായിട്ട് നയതന്ത്ര ചർച്ചകൾ, പ്രത്യേകിച്ച് ഈ ന്യൂക്ലിയർ ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സീറോ യുറേനിയം എൻറിച്ച്മെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഈ ചർച്ചകൾ നടത്തുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കത് ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. യുറേനിയം എൻറിച്ച്മെൻറ്റ് ഇല്ലയോ ഇല്ലാതിരിക്കുകയും ചെയ്യട്ടെ, അത് ലോകരാജ്യങ്ങൾക്കാണ് ഭീഷണി. ഞാൻ ചോദിക്കുന്നത് അവിടെ സാധാരണ ജനങ്ങൾക്ക് ഇതെങ്ങനെയാണ് മുതൽക്കൂട്ട് അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കുന്നത്? അങ്ങനെ നന്മ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരുപക്ഷെ ഈ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഇറാനിൽ വന്നേ പറ്റൂ. അതിൽ ധാരാളം, ഏകദേശം ഒരു 80% ആളുകൾ ഈ ഇറാനിലെ ജനങ്ങൾ, പാവപ്പെട്ടവർ അല്ലെങ്കിൽ കാശില്ലാത്ത ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ദരിദ്രന്മാർ, വർഷങ്ങളായിട്ടുള്ള ഖമേനിയുടെ ദുർഭരണം കാരണമാണ് ദരിദ്ര നാരായണന്മാരായ മനുഷ്യർ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുക എന്നത് ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിലൊരു കടമയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ട്രംപിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല, അത് വേറെ കാര്യം. എങ്കിലും അങ്ങനത്തെ ഒരു കടമയാണെന്ന് നോക്കിയാൽ അപ്പോൾ നീതി നടത്തി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഡീൽ അതൊക്കെ നടത്തി അങ്ങനത്തെ ചർച്ചകൾ വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടോ എന്ന് നോക്കുന്നില്ല. അത് ലോകരാജ്യങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക അതിന് ചിന്തിച്ചിട്ടുണ്ടാവാം, ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അമേരിക്ക മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രതിഷേധിക്കുക, നിങ്ങളെ കൊല്ലുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പേരൊക്കെ എഴുതി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇനി അധിക നാൾ വൈകിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിപ്പോൾ പൊട്ടും എന്നുള്ളൊരു അവസ്ഥയിലാണ്. മുല്ലപ്പെരിയാർ എല്ലാ വർഷവും അല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ട്, എല്ലാ ജൂണിലും ജൂലൈ ഓഗസ്റ്റ് കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ ഈ വർഷം പറയും മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പൊട്ടാതിരിക്കട്ടോ, പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ന്യൂസ് ചാനലുകൾക്ക് അത് വലിയൊരു ചാകര വാർത്തയാണ്. മാത്രമല്ല മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും ഭീതിയാണ്. ആ ഡാമിൻ്റെ അവിടെ പല കുമ്മായോ അല്ലെങ്കിൽ കല്ലുകളോ സിമെൻറ്റോ ഒക്കെ നടന്നു വീഴുന്നൊക്കെ വാർത്തകളൊക്കെ ഓരോ വർഷകാലത്തും ഇതൊരു വാർത്തയാണ്. അപ്പോൾ ഇതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്ന ഇറാൻ US ആയിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ US അറ്റാക്ക് ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഇത് ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് നന്മയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോണ് പറഞ്ഞ പോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നം അത് എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ചയിലൂടെ പരിഹരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം എന്താ വെച്ചാൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അറേബ്യൻ രാജ്യങ്ങളെ തന്നെയായിരിക്കും. ഈ അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്കറിയാം, എല്ലാം നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള നിലനിൽപ്പുള്ള രാജ്യങ്ങളായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇറാൻ ഒരു കണ്ണുമൂക്കുമില്ലാത്ത അടിയടിക്കുന്ന ടൈപ്പ് ഒരു രാജ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് കൊല്ലാനും ചാകാനും തയ്യാറായിട്ട് അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരു ടൈപ്പാണ്. അതായത് അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് യുദ്ധം ചെയ്ത് എത്രത്തോളം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് ശരിക്കും. അതായത് മരണത്തെ പേടിയുള്ളവനെയല്ലേ നമുക്ക് പേടിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പേടിയില്ലാത്തവനോട് നമുക്ക് പിന്നെ യുദ്ധത്തിൻ്റെ ഭീഷണികളെ പറ്റിയോ അല്ലെങ്കിൽ യുദ്ധം വന്നാൽ ഉണ്ടാകുന്ന നാശങ്ങളെ പറ്റിയോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ മറ്റുള്ളവർക്കുണ്ടാകാൻ പോകുന്ന നാശങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർ ഈ ന്യൂക്ലിയർ വാറും അല്ലെങ്കിൽ മറ്റേ ഹിസ്ബുള്ള പോലുള്ള ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ എല്ലാവിധ ചെലവും കൊടുത്ത് ഇങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ടുവരുന്നതും സാധാരണക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരുടെ നാശത്തെക്കുറിച്ച് ഇവരെ പറഞ്ഞ് ബോധിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു റെജീം ചേഞ്ച്, അതിപ്പോൾ അമേരിക്ക ഇടപെട്ട് വലിയൊരു യുദ്ധം ഇല്ലാത്ത രീതിയിൽ ഒരു റെജീം ചേഞ്ച് എങ്ങനെ വരുത്താൻ സാധിക്കുമോ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു ശരിക്കും. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു സംഘർഷം, അതായത് ഡ്രോൺ വെടിവെച്ചിട്ടു, അതുപോലെ ഇറാൻ അമേരിക്കയുടെ ഒരു കപ്പൽ ബ്ലോക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടായി, അതുപോലെ മറ്റ് വേറെയും ഡ്രോണുകൾ അയച്ചിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന കൂടി പുറത്ത് വന്നിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രസ്താവന കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു സാഹചര്യം കൂടുതൽ വഷളാക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ശരിക്കും. അതുപോലെ ഇവിടെ ഈ ഒരു സംഘർഷം ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ മറ്റ് സൈഡിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്.
ശക്തമായിട്ടുള്ള ലോകരാജ്യങ്ങൾ ഇടപെട്ട് ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ശരിക്കും ഒരു തീരുമാനമാകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ അമേരിക്കയ്ക്ക് മുട്ടുമടക്കില്ല. അമേരിക്കയാണെങ്കിൽ ശരി ഇറാന് വിട്ടുകൊടുക്കത്തില്ല. ഒരു അഭിമാന പ്രശ്നം പോലെ രണ്ടുപേരും ഇങ്ങനെ വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ റോബിൻ, ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ ഒരു തീരുമാനം ആകുന്നില്ല എന്ന് വിചാരിക്കുക. ഇതൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം ട്രംപ് പറഞ്ഞനുസരിച്ച് യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും ഇറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെ തിരിച്ചടിക്കുമെന്ന് ഇറാനും പറയുന്നുണ്ട്. നമുക്കറിയാം ഇസ്രായേൽ അടക്കമുള്ള സഖ്യകക്ഷികളെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു മേഖല വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും ലോകരാജ്യങ്ങളെ ബാധിക്കുക? നമ്മുടെ ഇന്ത്യനെ അടക്കം അത് എങ്ങനെ ബാധിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇസ്രായേലിനെ തന്നെയാണ്. ഇസ്രായേലിൻ്റെ നിലപാടുകൾ ഈ സംഘർഷത്തെ സ്വാധീനിക്കാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, ഇറാൻ്റെ ന്യൂക്ലിയർ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ പ്രവർത്തനങ്ങളും, ആണവ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ട ആവശ്യം. കാരണം അങ്ങനെ നിർത്തിവെക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടാനുള്ള ഒരു കാരണം, നമുക്കറിയാം ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഏകദേശം ഇറാൻ്റെ കയ്യിൽ 60% എൻറിച്ച് ചെയ്ത യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ടെന്നുള്ളത്. ഏകദേശം 450 കിലോയോളം അത്രയും യുറേനിയം ഇറാൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുള്ളത്. കാരണം ആയുധത്തിനല്ലാതെ സമാധാനപരമായ ആവശ്യത്തിന് അത്രയും 60%, 60% എൻറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല യുറേനിയം. അപ്പോൾ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് ഉള്ള ഒരു മാർഗം തന്നെയാണ് ഇറാൻ്റേത് എന്നുള്ളത്. പിന്നെ ഒരു ഘട്ടവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അത് ആണവായുധത്തിലേക്ക് എത്താനുള്ള, ആണവായുധ പോർമുനയായിട്ട് ഉപയോഗിക്കാൻ പാകത്തിലേക്ക് ആ എൻറിച്ച്മെൻറ്റ് എത്തും എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ആണവോർജ്ജം എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഇത്രയും 60% എൻറിച്ച് ചെയ്ത യുറേനിയം കയ്യിലിരിക്കുമ്പോൾ അതിന് അടിസ്ഥാനമില്ല, ഇറാൻ അങ്ങനെ പറയുന്നതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആ ആവശ്യത്തെ ന്യായീകരിക്കപ്പെടുന്നത്. കാരണം ഒന്ന്, ഈ ഇറാൻ്റെ എല്ലാ ആണവ പദ്ധതികളും അവസാനിപ്പിക്കുക. 2, ഈ വെപ്പൺ ഗ്രേഡ് ഈ 60% ഉള്ള ഈ യുറേനിയം ഇത് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ് മറ്റൊരു ചർച്ച ചെയ്യുന്നത്. കാരണം ഇറാനിൽ ഇത് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ഏത് കാലത്താണെങ്കിലും ഇസ്രായേലിന് അതൊരു വലിയ ഭീഷണിയായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ബാലിസ്റ്റിക് മിസൈലുകൾ. കാരണം നമുക്കറിയാം ഈ ഇസ്രായേലിലേക്ക് എത്തുന്ന രീതിയിലുള്ള വളരെ മാരകമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട്. ആ ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെയുള്ള ഇവിടെയുള്ള പ്രോക്സികളായിട്ടുള്ള ഇപ്പോൾ ഹൂത്തികളുടെ കയ്യിലാണെങ്കിലും ഹിസ്ബുള്ളയുടെ കയ്യിലാണെങ്കിലും എല്ലാം എത്തിച്ചേരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലുകളുമായി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം ഇറാൻ വേണ്ട എന്ന് വെക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഇറാൻ എത്രത്തോളം സമ്മതിക്കും എന്നുള്ളതാണ് കാണേണ്ടത് എന്നുള്ളതാണ്. കാരണം ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രൊഡക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിർത്തിവെക്കാൻ ഞങ്ങൾ തൽക്കാലം അതിനോട് ഒരു അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമല്ല ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഇപ്പോൾ അറേബ്യൻ കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ഇപ്പോൾ ഇറാൻ്റെ ഷെഹദ് ഡ്രോൺ വന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു എന്നെല്ലാം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്നേരം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞാണ് ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ഒരു ആക്രമണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് സ്റ്റീവ് വിറ്റ്കോഫിനോട് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെയും ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുന്നത് മുഴുവൻ ഇറാനെ ആക്രമിക്കണം, ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ആണവ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തിയായി ഇസ്രായേൽ അങ്ങനെ ഒരു കടമ്പിടുത്തം പിടിക്കുമ്പോൾ അമേരിക്ക എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അമേരിക്കയെ കൊണ്ട്, കാരണം ഈ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം ന്യായീകരണമുണ്ട്. കാരണം ഈ ഹിസ്ബുള്ളകളുടെ ആണെങ്കിലും ഈ മേഖലകളിലെല്ലാം ഇറാൻ പടുത്തുയർത്തിയിരിക്കുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അടക്കം ഭീഷണിയാണ്. അതുപോലെ തന്നെ സൗദി അടക്കമുള്ള ആ മേഖലയിലുള്ള രാജ്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. ഇസ്രായേലിന് മാത്രമല്ല, ഇസ്രായേലിന് അത് വളരെ വലിയ ഭീഷണിയാണ്. കാരണം ഇസ്രായേലാണ് പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇവരുടെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇവിടെ ഇസ്രായേലിൻ്റെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ നിലപാട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇറാൻ്റെ ഭാഗത്തേക്ക് വരാം. ഇനി വെള്ളിയാഴ്ച ചർച്ചകൾ ഒമാനിലേക്ക്, ഇപ്പോൾ തുർക്കിയിൽ നിന്നും ഇറാൻ്റെ ആവശ്യപ്രകാരം ഒമാനിലേക്ക് ചർച്ചകൾ മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ചർച്ചകൾ നടക്കുമെന്നാണ് പറയുന്നത്. അതിനോടുള്ള ഇറാനിലെ ഇപ്പോൾ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന, ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു അവർ തീർച്ചയായിട്ടും ഇതിനെ വളരെ സംശയത്തോടെ തന്നെയാണ് കാണുന്നത്. വളരെ സംശയത്തോടെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കൃത്യമായിട്ട് ഒരു ചർച്ചകളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായിട്ട് കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇറാനിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ അത് പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും വിജിലൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇറാനിൽ നിന്ന് തന്നെ പറയുന്ന, ഈ ഭരണകൂടത്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്, എന്തിനാണ് നമ്മൾ ഇനിയും, നമുക്കറിയാം ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്തിനാണ് ഇനിയും ഇതുപോലുള്ള ഒരു ചർച്ചകളിലേക്ക് നമ്മൾ വെറുതെ പ്രഹസനമായി പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പിന്നെ ഇറാൻ ചർച്ചയ്ക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവർ ഇതിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നടക്കുമ്പോഴും അമേരിക്ക വളരെ സൈലൻ്റായിട്ട് വളരെ വലിയ മിലിറ്ററി ബിൽഡപ്പാണ് ഓരോ ദിവസവും ഈ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ വലിയ ബിൽഡപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുമുള്ള മിലിറ്ററി ഓപ്ഷനുകൾ അമേരിക്കയുടെ മുന്നിൽ ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ സൈനിക വിന്യാസം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് എത്രത്തോളം പോകും എന്നുള്ളത്, അതിന് സമാധാനത്തിനൊരു നാരോ പാത്താണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. സമാധാനത്തിന് ഇപ്പോഴും വഴികളുണ്ട്. അത് അമേരിക്ക തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ആക്രമിക്കാൻ. ഇപ്പോൾ ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് ആക്രമിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിലിറ്ററി ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം, ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ പറയുന്ന ഒരു ചെറിയ ആക്രമണം പോലും ഞങ്ങൾ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിനും അതുപോലെയുള്ള ഈ മേഖലയിൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളിലേക്കും ഞങ്ങൾ അമേരിക്കൻ ബേസുകളിലേക്കും വളരെ ശക്തമായ തിരിച്ചടി, ഒരു ചെറിയ ആക്രമണം പോലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറാനിലെ ആളുകൾ, ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഒരു പ്രിയാംറ്റീവ് സ്ട്രൈക്ക് നടത്തണമെന്നും കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇവർ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രിയാംറ്റീവ് സ്ട്രൈക്കുകൾ നടത്തുന്നത് അവരും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആക്രമണം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലേക്കും ആക്രമണം, മിഡിൽ ഈസ്റ്റിലെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യത. കാരണം ഇറാൻ ആക്രമണം തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇറാനുമായിട്ട് അനുകൂലമുള്ള മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്, ഇറാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, സിറിയയിലെ ഇറാൻ്റെ ഗ്രൂപ്പുകളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തികൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെങ്കടലിൽ ബ്ലോക്കേഡ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും യുദ്ധത്തിലേക്ക് ഇൻവോൾവ്ഡ് ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം, എനിക്ക് തോന്നുന്നു അമേരിക്ക ഇപ്പോഴും ഈ പതിയെ മിലിറ്ററി ബിൽഡപ്പ് നടത്തുകയും ഇതിനു വേണ്ടിയിട്ട് ഈ ചർച്ചകൾ നടത്തുമ്പോൾ പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഈ ചർച്ചകൾ അമേരിക്ക കൂടുതൽ സമയം ആക്രമിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടും ഇറാൻ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ചർച്ചകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ മിലിറ്ററി ബിൽഡപ്പ് നടത്തി അനുയോജ്യമായ ഒരു സമയത്ത് ഇറാനെ ആക്രമിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആക്രമണം ഉണ്ടായാൽ ഈ മേഖലയിൽ മുഴുവൻ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ തീർച്ചയായിട്ടും അത് ആക്രമണം ഈ യുദ്ധം അവിടെ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്കും ആശങ്ക ഉളവാകുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാകും. അത് വളരെ വലിയൊരു ക്രൈസിസിലേക്ക് നമ്മളെയും നയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം പിന്നീട് എപ്പോഴായിരിക്കും ഈ യുദ്ധം അവസാനിച്ച് എല്ലാം ശാന്തമാകുമെന്ന് ഈ മിഡിൽ ഈസ്റ്റ്, നമുക്ക് സിറിയയുടെയൊക്കെ അവസ്ഥ അറിയാം, ഇറാഖിൻ്റെ അവസ്ഥ അറിയാം. ഏത് സമയത്ത് ഇത് ശാന്തമാകും, പൊട്ടിപ്പുറപ്പെട്ടാൽ ഏത് സമയത്ത് ശാന്തമാകും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. എങ്കിലും
എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയം അതൊരു പരിസമാപ്തിയിലേക്ക് എത്തട്ടെ, സമാധാനപരമായിട്ടൊരു തീരുമാനത്തിലെത്തട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ, എല്ലാ പൗരന്മാർക്കും സമാധാനമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ നിലപാടറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം.